വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ കമ്പനി ബോർഡ് LGSന് വേണ്ടിയിട്ട് കേരളത്തിലെ അണക്കെട്ടുകൾ എന്ന് പറയുന്ന ടോപ്പിക്കാണ് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഡാം ഏതാ, വലിയ ഡാം ഏതാ, അല്ലെങ്കിൽ പിന്നെന്താ പറയാ, ചില ഡാമുകളുടെ പേരുകൾ തന്നിട്ട് ആ ഡാമുകൾ ഏത് ജില്ലയിലാ സ്ഥിതി ചെയ്യണേ, അല്ലെങ്കിൽ ഏത് നദിയിലാ സ്ഥിതി ചെയ്യണേ, ഇങ്ങനെയുള്ള ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ധാരാളം കാണാറുണ്ട്. അപ്പൊ അത്തരം ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്, ഫസ്റ്റ് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ആദ്യത്തെ ഡാമിനെ കുറിച്ചാണ്. ഏതാണ് കേരളത്തിലെ ആദ്യ ഡാം? കേരളത്തിലെ ആദ്യ ഡാം ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം എന്താണ്? മുല്ലപ്പെരിയാർ ഡാം എന്നാണ്. ഇതല്ലേ കേരളത്തിലെ ആദ്യത്തെ ഡാം, മുല്ലപ്പെരിയാർ ഡാം? എല്ലാവർക്കും അറിയാം അല്ലെ? കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ ഡാം ആണ്. ഈ മുല്ലപ്പെരിയാർ ഡാം എവിടെയാ സ്ഥിതി ചെയ്യണേന്നൊന്ന് പഠിക്കൂ. മുല്ലപ്പെരിയാർ ഡാം ഇടുക്കി ജില്ലയിലാണ്. ജില്ല ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടുക്കി ജില്ല പറയും. ഇടുക്കി ജില്ലയിൽ പീരുമേട് എന്ന് പറയുന്ന താലൂക്കിലാണ്. താലൂക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പീരുമേട് താലൂക്ക് പറയും. പഞ്ചായത്ത് കുമളി പഞ്ചായത്താണ്. ഏതാണ്? കുമളി പഞ്ചായത്ത്. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ ഡാം ആണ്. ഇത് ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കില് കുമളി പഞ്ചായത്തിലാണ് കാണപ്പെടുന്നത്. ഇനി ഏത് നദിയിലാന്ന് ചോദിക്കാലോ. ഏത് നദിയിലാണ്? ആ ഏത് നമ്മുടെ പെരിയാർ നദിയിലാണ്. ഏത് നദിയിലാണ്? പെരിയാർ നദിയിലാണ്. ഇനി പരീക്ഷയ്ക്ക് ചോദിച്ചു കണ്ടിട്ടില്ലേ ഇങ്ങനെ ഒരു ചോദ്യം? കേരളവും അതുപോലെ തന്നെ തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഡാം. ഇത് കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഡാം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും എത്രയോ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഉത്തരവും ഏത് തന്നെയാണ്? നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം തന്നെയാണ്. 1887 മുല്ലപ്പെരിയാർ ഡാമിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എന്നാരംഭിച്ച്? 1887 നിർമ്മാണം ആരംഭിച്ചിട്ട് 1895 അതിന്റെ പണി പൂർത്തിയാകുന്നത്. പണി പൂർത്തിയായത് എന്നാണ്? 1895. ഇനി മുല്ലപ്പെരിയാർ ഡാമിന് 53.6 മീറ്റർ ഉയരണ്ട്. 53.6 മീറ്റർ ഉയരണ്ട്, അല്ലെങ്കിൽ 176 അടി. 53.6 മീറ്റർ അല്ലെങ്കിൽ 176 അടി ഉയരണ്ട്. ഇനി ഇതിന്റെ ശില്പി ആര്? മുല്ലപ്പെരിയാർ ഡാമിന്റെ ശില്പി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേര് ജോൺ പെന്നിക്യുക്ക് എന്നാണ്. ജോൺ പെന്നിക്യുക്ക് ആണ് അതിന്റെ ശില്പി. ആരാ ശില്പി? ജോൺ പെന്നിക്യുക്ക് ആണ്. ഇദ്ദേഹത്തിന്റെ സ്മാരകം തമിഴ്നാട്ടിൽ തേനി എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. ആരുടെ സ്മാരകം? ഈ ജോൺ പെന്നിക്യുക്കിന്റെ സ്മാരകം. ക്ലിയർ ആയോ? ഇനി ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? ആരാണ് ഉദ്ഘാടനം നിർവഹിച്ചത് എന്ന് ചോദിക്കാൻ വെച്ചാ 1895 ലോർഡ് വെൻലോക്ക് ആണ്. ആരാണ്? ലോർഡ് വെൻലോക്ക് ആണ് അതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി എന്താണ് ഇത്? ഏത് തിരുവിതാംകൂർ മഹാരാജാവിന്റെ കാലത്താണ്? ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത്. 1895 ലോർഡ് വെൽലോക്ക് ആണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇത് ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. ആരുടെ കാലത്താ? ശ്രീമൂലം തിരുനാളിന്റെ കാലത്താണ്. ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഏത് മിശ്രിതം കൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ മിശ്രിതത്തിന്റെ പേര് സുർക്കി എന്നാണ്. സുർക്കി എന്ന് പറയുന്ന മിശ്രിതം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പൊ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒന്നും കൂടെ പഠിക്കാം. കേരളത്തിലെ ആദ്യത്തെ ഡാം മുല്ലപ്പെരിയാർ ഡാം ആണ്. ഇടുക്കി ജില്ലയിൽ പീരുമേട് താലൂക്കിൽ കുമളി പഞ്ചായത്തിൽ പെരിയാർ നദിയിലാണ് ഏത്? നമ്മുടെ മുല്ലപ്പെരിയാർ ഡാം. കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ഡാമാണ്. 1887 നിർമ്മാണം തുടങ്ങിയ ഈ ഡാമിന്റെ പണി പൂർത്തിയായത് 1895 53.6 മീറ്റർ ഉയരം, അല്ലെങ്കിൽ 176 അടി. ഇതിന്റെ ശില്പി ജോൺ പെന്നിക്യുക്ക് ആണ്. തമിഴ്നാട്ടിലെ തേനി എന്ന് പറയുന്ന സ്ഥലത്ത് ജോൺ പെന്നിക്യുക്കിന്റെ സ്മാരകവും കാണുന്നുണ്ട്. ഇത് 1895 ലോർഡ് വെൻലോക്ക് പ്രഭുവാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അന്ന് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളായിരുന്നു. മുല്ലപ്പെരിയാർ ഡാം ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ച മിശ്രിതത്തിന്റെ പേര് സുർക്കി എന്നാണ്.
ചുണ്ണാമ്പും ശർക്കരയും മുട്ടയുടെ വെള്ളയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള മിശ്രിതമാണ് സുർക്കി എന്നാണ് പറയപ്പെടുന്നത്. ഇനി മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വെക്കുന്ന തമിഴ്നാട്ടിലെ ഒരു അണക്കെട്ടുണ്ട്. മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വെക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ട് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ അണക്കെട്ടിന്റെ പേര് വൈഗ അണക്കെട്ട് എന്നാണ്. എന്താണ് അതിന്റെ പേര്? വൈഗ അണക്കെട്ട്. ക്ലിയർ ആയില്ലേ? ഇനി മുല്ലപ്പെരിയാർ ഡാമിന്റെ പരമാവധി ജലനിരപ്പ് എത്രയാവാൻ പാടുള്ളൂ എന്നാണ് നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞേക്കണേ. എത്രയിലും മുകളിലാവാൻ പാടില്ല എന്നാ പറഞ്ഞേക്കണേ. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം 142 അടി വരെ ഉയരത്തില് വെള്ളം സംഭരിച്ചു വെക്കാമെന്ന് പറയുന്നു. ഇനി മുല്ലപ്പെരിയാറില് ഭയങ്കര പ്രശ്നമാണ്. കേരളവും തമിഴ്നാടും തമ്മിൽ തർക്കമാണ് അല്ലെ. അപ്പൊ ആ തർക്കം, മുല്ലപ്പെരിയാർ പ്രശ്നം പരിഹരിക്കാൻ സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റിയുടെ പേരെന്താണ്? ജസ്റ്റിസ് എസ് ആനന്ദ് ആണ്. ആരാണ്? ജസ്റ്റിസ് എസ് ആനന്ദ്. ജസ്റ്റിസ് എസ് ആനന്ദ് കമ്മീഷൻ. ഈ ചോദ്യം പലപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. ജസ്റ്റിസ് എസ് ആനന്ദ് കമ്മീഷൻ ആണ്. ഇനി മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സിനിമ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നിലവിൽ വന്നു, നിർമ്മിച്ചു. ആ സിനിമയുടെ പേര് ഡാം 999 എന്നാണ്. ഡാം 999. ആ സിനിമ സംവിധാനം ചെയ്ത ആളുടെ പേര് സോഹൻ റോയ് എന്നാണ്. ആരാണ്? സോഹൻ റോയ് ട്ടോ. ആരാണ്? സോഹൻ റോയ്. ഇനി അടുത്തത്, മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കരാർ ഉണ്ടാക്കി. മുല്ലപ്പെരിയാറിലെ ജലം, അതിനെ നമ്മൾ വിളിക്കുന്ന പേര് പെരിയാർ ലീസ് എഗ്രിമെന്റ് എന്നാണ്. എന്താണ്? പെരിയാർ ലീസ് എഗ്രിമെന്റ്. എന്താണ്? പെരിയാർ ലീസ് എഗ്രിമെന്റ്. എന്താണ് പെരിയാർ ലീസ് എഗ്രിമെന്റ് എന്ന് ക്ലിയർ ആയോ? മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയ കരാറിന്റെ പേരാണ് പെരിയാർ ലീസ് എഗ്രിമെന്റ്. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ വിളിക്കും, മുല്ലപ്പെരിയാർ പാട്ടക്കരാർ. ക്ലിയർ ആയോ? മുല്ലപ്പെരിയാർ പാട്ടക്കരാർ അല്ലെങ്കിൽ പെരിയാർ ലീസ് എഗ്രിമെന്റ് എന്നാണ് അതിന്റെ പൂർണ്ണരൂപം. ഇനി ഇത് എത്ര വർഷത്തേക്കാണ് ഉണ്ടാക്കിയ കരാറ്? 999 വർഷത്തേക്കാണ് ഉണ്ടാക്കിയത്. ആരുടെ കാലത്ത്? 1886 വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത്. വിശാഖം തിരുനാൾ മഹാരാജാവിന്റെ കാലത്ത് 999 വർഷത്തേക്ക് മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയ കരാറാണ് എന്താണ്? മുല്ലപ്പെരിയാർ പാട്ടക്കരാർ അല്ലെങ്കിൽ മുല്ലപ്പെരിയാർ ലീസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് തിരുവിതാംകൂറിന്റെ ദിവാൻ ആരായിരുന്നു എന്ന് ചോദിക്കാം. വി രാമയ്യങ്കാർ. ആരാണ്? വി രാമയ്യങ്കാർ. വി രാമയ്യങ്കാർ. ഇദ്ദേഹമായിരുന്നു ദിവാൻ ട്ടോ, തിരുവിതാംകൂർ ദിവാൻ. ഇനി അടുത്തതോ, ജെ.സി. ഹാനിങ്ടൺ. മദ്രാസ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ജെ.സി. ഹാനിങ്ടൺ. തമിഴ്നാട്ടിലേക്കല്ലേ കൊണ്ടോണേ? ജെ.സി. ഹാനിങ്ടൺ. അപ്പൊ നമ്മൾ ഓർക്കുക, മദ്രാസിലെ സെക്രട്ടറി എന്ന് അദ്ദേഹമായിരുന്നു എന്ന് പറയും. ഇനി 1970 നമ്മുടെ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ എന്ത് ചെയ്തു? ഈ കരാറ് പുതുക്കുകയുണ്ടായിരുന്നു. ഒന്നും കൂടി ഓർക്കാം. 1970 അച്യുതാനന്ദൻ കരാറ് പുതുക്കി. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ നമ്മുടെ മുല്ലപ്പെരിയാറിനെ കുറിച്ച്. ഈ പറഞ്ഞ കാര്യങ്ങൾ അവസാനം പറഞ്ഞതൊന്നും കൂടെ ഞാൻ പറയാണ്. മുല്ലപ്പെരിയാർ ലീസ് എഗ്രിമെന്റ് അഥവാ മുല്ലപ്പെരിയാർ പാട്ടക്കരാർ 999 വർഷത്തേക്ക് മുല്ലപ്പെരിയാറിലെ ജലം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയ കരാറാണ്. അത് ശ്രീ വിശാഖം തിരുനാളിന്റെ കാലത്ത് 1886 ആ കരാർ ഉണ്ടാക്കിയത്. വി രാമയ്യങ്കാർ തിരുവിതാംകൂർ ദിവാനും ജെ.സി. ഹാനിങ്ടൺ മദ്രാസ് സെക്രട്ടറിയുമായിരുന്നു അന്നത്തെ കാലത്ത്. ഡാം 999 എന്ന് പറയുന്ന സിനിമ സംവിധാനം ചെയ്ത് സോഹൻ റോയ് ആണ്. മുല്ലപ്പെരിയാർ ഡാമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സിനിമയാണ് അത്. ഇനി മുല്ലപ്പെരിയാറിനെ കുറിച്ച് പഠിക്കാനായിട്ട് നമ്മുടെ സുപ്രീം കോടതി നിയമിച്ച കമ്മീഷൻ ജസ്റ്റിസ് എസ് ആനന്ദ് കമ്മീഷൻ. ഇനി അടുത്തത് നമ്മൾ എന്താ പറഞ്ഞത്? മുല്ലപ്പെരിയാറിലെ വെള്ളം സംഭരിച്ചു വെക്കുന്ന തമിഴ്നാട്ടിലെ അണക്കെട്ടിന്റെ പേരാണ് വൈഗ അണക്കെട്ട്. സുപ്രീം കോടതി വിധി പ്രകാരം മുല്ലപ്പെരിയാറിലെ പരമാവധി ജലനിരപ്പ് എത്രയാണ്? 142 അടിയാണ്. ഇത്രയും കാര്യം കഴിഞ്ഞാൽ മുല്ലപ്പെരിയാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ ഡാമിനെ കുറിച്ചാണ്. ആ ഡാമിന്റെ പേര് മലമ്പുഴ ഡാം എന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാം മലമ്പുഴ ഡാമാണ്. മലമ്പുഴ ഡാം പാലക്കാട് ജില്ലയിലാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1955 അന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജാണ് മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്തത്. 1955 അന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രിയായിരുന്ന കാമരാജാണ് മലമ്പുഴ ഡാം ഉദ്ഘാടനം ചെയ്തത്. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമായ മലമ്പുഴ ഡാം ഭാരതപ്പുഴയുടെ പോഷക നദിയായ
മലമ്പുഴ നദിയിലാണ്. ഭാരതപ്പുഴയുടെ പോഷക നദിയായ മലമ്പുഴ നദിയിലാണ്. ക്ലിയർ ആയില്ലേ? ഇനി മലമ്പുഴയെ കുറിച്ച് പറയാൻ, കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് മലമ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് മലമ്പുഴ കേട്ടോ. ഇനി മലമ്പുഴയില് ഒരു യക്ഷിയുടെ ശില്പുണ്ട്. നമ്മള് പോയിട്ടുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും മലമ്പുഴയുടെ യക്ഷി. ഈ യക്ഷിയുടെ ശില്പം ആരാ നിർമ്മിച്ചതെന്ന് ചോദിച്ചിട്ടുണ്ട്. കാനായി കുഞ്ഞിരാമൻ. ആരാണ്? കാനായി കുഞ്ഞിരാമൻ. കാനായി കുഞ്ഞിരാമനാണ് ഈ യക്ഷി ശില്പം നിർമ്മിച്ചത്. അപ്പൊ മലമ്പുഴയിലെ യക്ഷി ശില്പം നിർമ്മിച്ചത് കാനായി കുഞ്ഞിരാമനാണ്. ഇനി മലമ്പുഴയില് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ഗാർഡൻ ഉണ്ട്. ആ ഗാർഡനെ നമ്മൾ വിളിക്കുന്നത് കേരളത്തിന്റെ എന്താണ്? വൃന്ദാവനം എന്നാണ്. കേരളത്തിന്റെ വൃന്ദാവനം എന്നറിയപ്പെടുന്ന മലമ്പുഴ ഗാർഡൻ ആണെന്ന് ഓർക്കാം. ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡൻ ഏതാന്ന് ചോദിച്ചാലും മലമ്പുഴ തന്നെയാണ്. ദക്ഷിണേന്ത്യയിൽ മലമ്പുഴയിലാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ട് റോക്ക് ഗാർഡൻ നിലവിൽ വന്നത് എവിടെയാണ്? മലമ്പുഴയിലാണ് കേട്ടോ. അതിന്റെ ശില്പി ആരാന്ന് ചോദിച്ചാൽ നേക്ക് ചന്ദാണ്. ആരാണ്? നേക്ക് ചന്ദാണ്. നേക്ക് നേക്ക് ചന്ദാണ് കേട്ടോ. ഒന്നും കൂടെ ഞാൻ പറയാണ്. മലമ്പുഴ പാലക്കാട് ജില്ലയിലാണ്. 1955 ഉദ്ഘാടനം ചെയ്തു. അന്നത്തെ മദ്രാസ് മുഖ്യമന്ത്രി കാമരാജ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും വലിയ ഡാമാണ്. ഭാരതപ്പുഴയുടെ പോഷക നദിയായ മലമ്പുഴ നദിയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ്. ഇനി മലമ്പുഴയില് വളരെ വലിയൊരു യക്ഷിയുടെ രൂപമൊക്കെ കാണാം നമുക്ക് മലമ്പുഴ ഡാമിൽ പോകുമ്പോഴേ. അതിന്റെ നിർമ്മാതാവ് കാനായി അല്ലെങ്കിൽ ശില്പി കാനായി കുഞ്ഞിരാമനാണ്. കേരളത്തിലെ വൃന്ദാവനം എന്ന മലമ്പുഴയ്ക്ക് ഒരു പേരുണ്ട്. ഇനി ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ റോക്ക് ഗാർഡൻ കാണപ്പെടുന്ന മലമ്പുഴയിലാണ്. അതിന്റെ ശില്പി നേക്ക് ചന്ദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഇടുക്കി ഡാമിനെ കുറിച്ചാണ്. ഇടുക്കി ഡാം മനസ്സിലായോ? ഇടുക്കി ഡാം. ഇടുക്കി ഡാമിന്റെ പ്രത്യേകത ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാമാണ്. ഏഷ്യയിലെ ആദ്യ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. ഏഷ്യയിലെ ആദ്യ ആർച്ച് ഡാമാണ് ഇടുക്കി ഡാം. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ്. കേരളത്തിലെ ഉയരം കൂടിയ അണക്കെട്ടാണ്. കേരളത്തിലെ ഉയരം കൂടിയ അണക്കെട്ടാണ് ഏത്? ഇടുക്കി. ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ് ഇടുക്കി. ഇനി ഇത് കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് കാണപ്പെടുന്നത്. ഇടുക്കി ജില്ലയിൽ കുറവൻ കുറത്തി മലനിരകൾക്കിടയിൽ കാണപ്പെടുന്ന ഡാമാണ്. ഇനി ഡാമിന്റെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ്. കാനഡയുടെ സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത്. ഇനി ഡാമിന്റെ നിർമ്മാണത്തിന് ഈ സ്ഥലമായിരിക്കും കുറച്ചും ഏറ്റവും ബെസ്റ്റ് എന്ന് അങ്ങനെ സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി മൂപ്പന്റെ പേര് കൊലുമ്പൻ മൂപ്പൻ എന്നാണ്. ആ ആദിവാസി മൂപ്പന്റെ പേര് കൊലുമ്പൻ മൂപ്പൻ എന്നാണ്. ക്ലിയർ ആയോ? കൊലുമ്പൻ മൂപ്പൻ എന്നാണ്. അപ്പൊ ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? നീ ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാം ആണെന്ന് പറഞ്ഞു. ഉദ്ഘാടനം ചെയ്തത് 1976 ഇന്ദിരാഗാന്ധിയാണ്. 1976 ഇന്ദിരാഗാന്ധിയാണ് എന്ത്? നമ്മുടെ ഇടുക്കി ഇന്ദിരാഗാന്ധി. ആരാണ് ഉദ്ഘാടനം ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും 1976 ഇന്ദിരാഗാന്ധിയാണ് എന്ത് ഉദ്ഘാടനം ചെയ്തത്? ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ആർച്ച് ഡാമും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടുമായ ഏത്? നമ്മുടെ ഇടുക്കി ഡാമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഇത് എവിടെയാണെന്ന് പറഞ്ഞു? നമ്മള് കുറത്തി മലനിരകൾക്കിടയിലാണ് കാണപ്പെടുന്നത്. ഇനി നമ്മളോട് ചോദിക്കുകയാണ്, ഇടുക്കി ഡാം ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യണേ? പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഏത് നദിയിലാണ്? പെരിയാർ നദിയിലാണ് ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത്. ഇടുക്കി ഡാം ഏത് നദിയിലാണ്? പെരിയാർ നദിയിലാണ്. ഇനി 1976 ഇന്ദിരാഗാന്ധി ഉദ്ഘാടനം ചെയ്തു. ഇതിന്റെ ഡാമിന്റെ നിർമ്മാണത്തിന് സ്ഥലം അനുവദിച്ചു നിർദ്ദേശിച്ച ആദിവാസി മൂപ്പന്റെ പേര് കൊലുമ്പൻ മൂപ്പൻ എന്നാണ്. ഇനി ഇടുക്കി ഡാമിന് അടുത്ത പ്രത്യേകത എന്താ വെച്ചാൽ ഇതിന്റെ ഉയരം 168.91 മീറ്റർ. അതൊന്ന് ഓർത്തു വെച്ചോളൂ. 168 കേട്ടാ. അല്ലെങ്കിൽ 554 അടി. 168.91 അല്ലെങ്കിൽ
ആ 54 അടി. പിന്നെ 2403 അടി, 2403 അടി ജലസംഭരണ ശേഷി ഉണ്ട് കേട്ടോ. ജലസംഭരണ ശേഷി, പരമാവധി ജലസംഭരണ ശേഷി 2403 അപ്പൊ 168.91 മീറ്റർ അല്ലെങ്കിൽ 554 അടിയാണ് ഇടുക്കി ഡാമിന്റെ ഉയരം എന്ന് നമ്മൾ പറഞ്ഞു. 2403 അടി അതിന് സംഭരണ ശേഷി ഉണ്ട് എന്ന് പറഞ്ഞു. ഇനി നമ്മൾ ഇടുക്കി ഡാമിന് ഒരു ഭൂഗർഭ പവർ സ്റ്റേഷൻ ഉണ്ട് എന്ന് ഓർക്കുക. ഇടുക്കി ഡാമിന്റെ ഭൂഗർഭ പവർ സ്റ്റേഷൻ എവിടെയാ സ്ഥാപിച്ചിരിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും മൂലമറ്റത്താണ്. എവിടെയാണ്? മൂലമറ്റത്താണ്. എവിടെയാണ്? മൂലമറ്റം. ഇടുക്കി ഡാമിനെ കുറിച്ച് ഒന്നും കൂടെ നമുക്ക് പഠിച്ചാലോ? ഇടുക്കി ഡാം ഏഷ്യയിലെ ഏറ്റവും വലിയ ആർച്ച് ഡാമാണ്. ഏഷ്യയിലെ ആദ്യത്തെ ആർച്ച് ഡാമാണ്. പെരിയാറിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ അണക്കെട്ടാണ്. കുറവൻപുറത്തി മലനിരകൾക്കിടയിലാണ് ഇത് പണിതത്. ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിനുള്ള സ്ഥലം നിർദ്ദേശിച്ച ആദിവാസി നേതാവ് കൊലുമ്പൻ മൂപ്പനാണ്. അല്ലെ? ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്നത് പെരിയാർ നദിയിലാണ്. 1969 ഡാമിന്റെ നിർമ്മാണമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷെ 1976 ഇന്ദിരാഗാന്ധിയാണത് ഉദ്ഘാടനം ചെയ്തത്. 168.91 മീറ്റർ ഉയരം അല്ലെങ്കിൽ 554 അടി ഉയരമുള്ള ഈ ഡാമിന്റെ എന്താ പറയാ സംഭരണ ശേഷി 2403 അടിയാണ്. ഇടുക്കിയുടെ എന്താ പറയുന്നത്, ഇടുക്കി ഡാമിന് ഒരു ഭൂഗർഭ പവർ സ്റ്റേഷൻ ഉണ്ട്. അത് സ്ഥാപിച്ചിരിക്കുന്ന മൂലമറ്റാണ്. ഇനി ഇടുക്കി പവർ സ്റ്റേഷന്റെ സ്ഥാപിത ശേഷി എത്രയാണ്? കുറെ പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇടുക്കി പവർ സ്റ്റേഷന്റെ സ്ഥാപിത ശേഷി 780 മെഗാവാട്ട് ആണ്. 780 മെഗാവാട്ട് സ്ഥാപിത ശേഷി ഇടുക്കി പവർ സ്റ്റേഷൻ ഉണ്ട്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? അപ്പൊ നമ്മുടെ ഇടുക്കി പവർ സ്റ്റേഷൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഇടുക്കി ഡാം കഴിഞ്ഞു. ഇനി അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയില് മണലിപ്പുഴയില് ഉള്ള ഡാമാണ് പീച്ചി ഡാം. മണലിപ്പുഴയിൽ ഏതുണ്ട്? പീച്ചി ഡാം ഉണ്ട്. ഇതിനെ കുറിച്ചൊന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല. 1957 നിർമ്മിച്ചതാണ്. ഇനി അടുത്തത് നമ്മള് പരീക്ഷയ്ക്ക് കണ്ടിട്ടുണ്ട്, തെന്മല എന്ന് പറയുന്നത് കൊല്ലം ജില്ലയില് കൊല്ലം ജില്ലയില് കല്ലട എന്ന് പറയുന്ന നദിയില് എന്തുണ്ട്? നമ്മുടെ തെന്മല ഡാം ഉണ്ട്. തെന്മല ഡാമിന് കല്ലട ഡാം, പരപ്പാർ ഡാം എന്നൊക്കെ പേരുണ്ട്. ഇനി ഇത് കല്ലട നദിയിലാണ്. ഏത് നദിയിലാണ്? കല്ലട നദിയിലാണ്. 1961 സ്ഥാപിച്ചത്. ക്ലിയർ ആയോ? ഇനി വേണമെങ്കിൽ ഒരു കാര്യം കൂടെ പഠിക്കാം. ഷെന്തരുണി വന്യജീവി സങ്കേതം നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ? പരീക്ഷയ്ക്ക് നമ്മള് മരത്തിന്റെ പേരുള്ള വന്യജീവി സങ്കേതം, അതുമായിട്ട് തെന്മല ഡാം അതിർത്തി പങ്കിടുന്ന വന്യജീവി സങ്കേതം ചോദിച്ചു കഴിഞ്ഞാൽ ഷെന്തരുണി. അപ്പൊ തൃശ്ശൂർ ജില്ലയിൽ മണലിപ്പുഴയിൽ പീച്ചി ഡാം 1957 പണിതു. കൊല്ലം ജില്ലയിലാണ് കല്ലട ഡാം. കല്ലട ഡാമിന് എന്താ പറയാ, കല്ലട ഡാം അല്ലെങ്കിൽ പരപ്പാർ ഡാം അല്ലെങ്കിൽ തെന്മല ഡാം എന്നൊക്കെ പേരുണ്ട്. കല്ലട നദിയിലാണ്. 1961 പണിതത്. ഷെന്തുരുണി വന്യജീവി സങ്കേതം അതിന്റെ തീരത്താണ്. ഇനി അടുത്തത് നെയ്യാർ ഡാം. എവിടെ നെയ്യാർ ഡാം? തിരുവനന്തപുരം ജില്ലയിലാണ് നെയ്യാറിനെ കുറിച്ച് ഞാൻ ഇതിനു മുന്നേ നെയ്യാർ വന്യജീവി സങ്കേതം പഠിച്ചപ്പോൾ പഠിപ്പിച്ചിട്ടുണ്ട്. 1958 ഇതിന്റെ നിർമ്മാണം പൂർത്തിയായത്. കേരളത്തിലെ ചീങ്കണ്ണി പുനരധിവാസ കേന്ദ്രം അല്ലെ? ആദ്യം അത് നമ്മൾ പറഞ്ഞതാണ്, ഞാൻ എന്നാലും ഇവിടെ വെറുതെ ഒന്നും കൂടെ പറയാണ്. സ്റ്റീവ് ഇർവിൻ പാർക്ക് ആണ് അതിന്റെ പുതിയ പേര്. ആദ്യം അഗസ്ത്യ ക്രൊക്കോഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ എന്നായിരുന്നു. ഇത് പഠിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇവിടെ പറയാത്ത. കേരളത്തിലെ വന്യജീവി സങ്കേതത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നെയ്യാർ ഡാം 1958 ഇവിടെ ഒരു ഏത് നദിയിലായിരിക്കും നെയ്യാർ ഡാം ആകുമ്പോ? നെയ്യാർ നദിയിലാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് ബാണാസുര സാഗർ. എന്താണ്? ബാണാസുര സാഗർ ഡാം വയനാട് ജില്ലയിലാണ്. ഏത് നദിയിലാണ്? കബനി നദിയിലാണ്. വയനാട് ജില്ലയിൽ കബനി നദിയിലാണ്. എന്തൊക്കെയാണ് ഇതിന്റെ പ്രത്യേകത? കേരളത്തിലെ വലിയ എന്താണ്? എർത്ത് ഡാമാണ്. കേരളത്തിലെ വലിയ എർത്ത് ഡാമാണ് ബാണാസുര സാഗർ ഡാം. ആ കാര്യം ക്ലിയർ ആയില്ലേ? ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമാണ്.
ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒഴുകുന്ന സൗരോർജ നിലയം സ്ഥാപിച്ചത് ഇവിടെയാണ്. ഒഴുകുന്ന സൗരോർജ നിലയം. ക്ലിയർ ആയോ? ഇപ്പോ കേരളത്തിലെ വലിയ എർത്ത് ഡാമാണ്, ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാമാണ്, ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ നിലയം സ്ഥാപിച്ചത് ഇവിടെയാണ്. ബാണാസുര സാഗർ ഡാം വയനാട് ജില്ലയിൽ കബനി നദിയിലാണ്. ക്ലിയർ ആയോ? അപ്പൊ ഒന്നും കൂടെ പറഞ്ഞേ. തൃശൂർ ജില്ലയിൽ മണലിപ്പുഴയിൽ പീച്ചി ഡാം 1957ലാണ്. കൊല്ലം ജില്ലയിൽ കല്ലട നദിയില് കല്ലട ഡാമിനെ തെന്മല ഡാം, പരപ്പാർ ഡാം എന്നൊക്കെ വിളിക്കുന്നു. ശെന്തുരണി വന്യജീവി സങ്കേത ഭാഗത്താണ് 1961 പണിതു. തിരുവനന്തപുരം ജില്ലയിൽ 1958 പണി കഴിപ്പിച്ച നെയ്യാർ നദിയിലെ നെയ്യാർ ഡാം. നമ്മുടെ കേരളത്തിലെ ചിങ്കണി വളർത്തൽ കേന്ദ്രം അവിടെ കാണപ്പെടുന്നു. ചിങ്കണി പുനരധിവാസ കേന്ദ്രം. അഗസ്ത്യ ക്രൊക്കോഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ എന്നായിരുന്നു ആദ്യത്തെ പേര് അതിന്റെ. പിന്നീട് ഇപ്പോ ചിങ്കണി വളർത്തൽ കേന്ദ്രത്തിന്റെ പേര് സ്റ്റീവ് ഇർവിൻ പാർക്ക് എന്നായിരുന്നു പുതിയ പേര്. ഇപ്പൊ അറിയപ്പെടുന്ന അഗസ്ത്യ ക്രൊക്കോഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ എന്നാണ് കേട്ടോ. ഇനി അടുത്തത് എന്താണ്? കുറച്ച് എന്താ പറയാ, വളരെ ഇമ്പോർട്ടന്റ് ഉള്ള കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം, അല്ലെങ്കിൽ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ എർത്ത് ഡാം, ഇന്ത്യയിൽ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ നിലയം സ്ഥാപിച്ച ഡാം ഒക്കെ വയനാട് ജില്ലയിലെ കബനി നദിയിൽ കാണപ്പെടുന്ന ബാണാസുര സാഗർ ഡാം. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ മക്കളെ. പിന്നെ കുറച്ച് ഡാമുകളുടെ പേര് ടീച്ചർ പറയാം. അത് എവിടെയാണെന്നൊന്ന് പഠിച്ചു വെക്കാം. ഭൂതത്താൻ കെട്ട് എവിടെയത്? പെരിയാറിലാട്ടാ. ഭൂതത്താൻ കെട്ട്. മാട്ടുപ്പെട്ടി, ഇടമലയാറ്, ചെറുതോണി, ഇതൊക്കെ പെരിയാറിൽ കാണുന്ന ഡാമുകളാ. ഏതൊക്കെയാ? ഭൂതത്താൻകെട്ട്, മാട്ടുപ്പെട്ടി, ഇടമലയാറ്, ചെറുതോണി. ഇനി അടുത്തത് നമ്മൾ പഠിച്ചിട്ടുള്ളതാ പഴശ്ശി രാജാവിന്റെ പഠിച്ചപ്പോ. പഴശ്ശി ഡാം എവിടെയാ? വളപട്ടണം പുഴ ട്ടാ. ഇനി അടുത്തത് ശബരി കക്കി. ശബരി എന്ന് കേൾക്കുമ്പോ നിങ്ങൾക്ക് മനസ്സിലായിണ്ടാവും എവിടെയാന്ന്. ശബരിയും കക്കിയും രണ്ട് ഡാമുകളും പമ്പയിലാണ്. അടുത്തത് അരുവിക്കര ഡാം. അരുവിക്കര അത് കരമനയാറിലാണ്. ഒന്നും കൂടെ പറഞ്ഞേ. ഭൂതത്താൻകെട്ട് ഡാം, മാട്ടുപ്പെട്ടി ഡാം, ഇടമലയാർ ഡാം, ചെറുതോണി ഡാം പെരിയാറിലാണ്. പഴശ്ശി ഡാം വളപട്ടണം പുഴയിലാണ്. ശബരി കക്കി ഡാം പമ്പ നദിയിലാണ്. അരുവിക്കര ഡാം കരമനയാറിലാണ്. ഇത്രയും കാര്യം ക്ലിയർ ആയോ? ഇത്രയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡാമുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ക്ലിയർ ആയില്ലേ? കേരളത്തിലെ ആദ്യത്തെ ഡാമായിട്ടുള്ള മുല്ലപ്പെരിയാർ ഡാം, ഏറ്റവും വലിയ ഡാമായിട്ടുള്ള മലമ്പുഴ ഡാം, ഏഷ്യയിലെ ആദ്യത്തതും അതുപോലെ തന്നെ വലിയതുമായിട്ടുള്ള ആർച്ച് ഡാമായിട്ടുള്ള ഇടുക്കി ഡാം, പിന്നെന്താ നമ്മൾ പറഞ്ഞ ഏഷ്യയിലെ വലിയ രണ്ടാമത്തെ എർത്ത് ഡാം, കേരളത്തിലെ ഏറ്റവും വലിയ എർത്ത് ഡാം, ഇന്ത്യയിലെ ആദ്യത്തെ ഒഴുകുന്ന സൗരോർജ നിലയം ഒക്കെ കാണപ്പെടുന്ന ബാണാസുര സാഗർ. ഇതൊക്കെ പ്രധാനപ്പെട്ടത്. പിന്നെ നമ്മൾ നെയ്യാറ് പറഞ്ഞു, തെന്മല പറഞ്ഞു, പിന്നെ കുറച്ച് ഡാമുകളുടെ പേരും കൂടെ പറഞ്ഞു. അപ്പൊ ഇത്രയൊന്ന് ഭംഗിയായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ ഡാം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ജലവൈദ്യുത പദ്ധതികൾ പഠിക്കണം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇനി അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി കാണാം. അതിനു മുമ്പ് നമ്മുടെ ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെടാച്ച ഒന്ന് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.